അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ ഈ ഒരു ഭാഗത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹിൻ്റെ ഏറ്റവും മനോഹര നാമങ്ങളിലൊന്നായിട്ടുള്ള അൽ ജബ്ബാർ എന്നുള്ള ആ ഒരു നാമത്തെ സംബന്ധിച്ചാണ്. അള്ളാഹുവിൻ്റെ ആധിപത്യത്തെ, അവൻ്റെ ശക്തിയെ സൂചിപ്പിക്കുന്ന മഹത്തായിട്ടുള്ള നാമങ്ങളിലൊന്നാണ് അൽ ജബ്ബാർ എന്നുള്ള ആ ഒരു നാമം. അതിൻ്റെ പല വിശേഷണങ്ങളും മനുഷ്യരായിട്ട് ചേർത്ത് വെക്കുന്ന സമയത്ത് അത് വിപരീതമായിട്ടുള്ള അർത്ഥങ്ങളിലേക്കാണ് വന്നെത്തുന്നത്. ഇൻഷാ അല്ലാഹ് അതിലേക്കാൻ വരും. ഇപ്പോൾ ജബർ എന്ന് വെച്ചാൽ ഭാഷയിൽ നിർബന്ധിക്കുക, കമ്പൽ അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യുക, ഇക്രാഹ് എന്നുള്ള അർത്ഥമാണ്. ലാ ഇക്രാഹ ഫിദ്ദീൻ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോൾ അജ്ബർത്തുഹു എന്ന് വെച്ചാൽ ഞാൻ അവനെ നിർബന്ധിച്ചു അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി ബലമായിട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ സൃഷ്ടികൾക്ക് മീതെ അവൻ്റെ ആ ഇച്ഛ നടപ്പിലാക്കുന്ന പരമാധികാരത്തെയാണ് അത് കുറിക്കുന്നത്. അതായത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വഴിപ്പെടാൻ അല്ലെങ്കിൽ അതിന് വഴങ്ങാൻ സർവ്വ സൃഷ്ടികളും സ്വമേധയാ നിർബന്ധിതരാണ്. അതല്ലാതെ അവർക്കൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് ആ ഇക്രാഹ്. അതാണ് ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആൽ ഇമ്രാൻ്റെ 83-ാമത്തെ വചനത്തിൽ വലഹു അസ്ലമ മംഫി സമാവാതി വൽ അർളി തൗഅൻ വ കർഹ, ആകാശഭൂമികളിലുള്ള സർവ്വതും അനുസരണപൂർവ്വം അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം അവൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ സൃഷ്ടിപ്രക്രിയയുടെ ആദിമഘട്ടങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് സൂറത്ത് ഫുസ്സിലത്തിൻ്റെ 11-ാമത്തെ വചനത്തിൽ സുമ്മസ്തവ ഇല സമാഇ വഹിയ ദുഖാൻ ഫഖാല ലഹാ വലിൽ അർളി ഇത്തിയാ തൗഅൻ ഔ കർഹ. ആ വാനലോകങ്ങളെ സൃഷ്ടിച്ച സമയത്ത് അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ അതൊരു മേഘപടലായിരുന്നു, ദുഖാൻ. ആ സമയത്ത് അത് അനുസരണപൂർവ്വം അല്ലെങ്കിൽ നിർബന്ധപൂർവം അവൻ്റെ നിയമങ്ങൾക്ക് വഴിപ്പെടാനുള്ള ആ ഒരു സൃഷ്ടാവിൻ്റെ കൽപ്പന വരികയാണ്. ആ സമയത്ത് ഖാലത അതൈന ത്വാഇഈൻ, അവർ അനുസരണയോടുകൂടെ അള്ളാഹിൻ്റെ നിയമങ്ങൾക്ക് വഴിപ്പെടുന്നതിനെ സംബന്ധിച്ചാണ് ആയത്തിൽ പറയുന്നത്. അതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഉപരിലോകത്തുള്ള സർവ്വ ചരാചരങ്ങളും ആ സെലസ്റ്റിയൽ ബോഡീസ് എല്ലാം അവൻ്റെ നിയമങ്ങൾക്ക് വഴിപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ വഴിപ്പെടാൻ അവർ നിർബന്ധിതരാണ്. അതാണ് സൂറത്ത് യാസീൻ്റെ 38-ാമത്തെ വചനത്തിൽ വശംസു തജ്രീലി മുസ്തഖറിൻ ലഹ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. സൂര്യൻ നിശ്ചിതമായിട്ടുള്ള അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോന്നിനും അള്ളാഹു കണക്കാക്കിയിട്ടുള്ള ആ നിയമങ്ങൾ, നമ്മൾ പ്രകൃതി നിയമങ്ങളെന്ന് വിളിക്കുന്ന ആ നിയമങ്ങൾക്ക് കീഴടങ്ങാൻ അവരെല്ലാം നിർബന്ധിതരാണ്. ലശംസു യംബഗി ലഹ അൻ തുദ്രിക്കൽ ഖമർ വലല്ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ. അവയുടെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു വെച്ച നിയമങ്ങളെ ഭേദിച്ച് ഒരു ഇഞ്ച് അപ്പുറം ഇപ്പുറം മാറാൻ സാധിക്കാത്ത വിധം അവയെല്ലാം അവൻ്റെ ആ നിയമങ്ങൾ പാലിക്കാൻ നിർബന്ധിതരാണ് എന്നുള്ളതാണ്. അതാണ് വലഹു അസ്ലമ മംഫി സമാവാതി വൽ അർള്. ഇനി അത് നമ്മുടെ മനുഷ്യൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്തും നമുക്ക് ആ ചോയ്സ് നൽകിയിട്ടുണ്ടെങ്കിലും പലതും സൃഷ്ടാവായിട്ട് അള്ളാഹു നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്തതാണ്. അവൻ്റെ ആ ചോയ്സിന് വഴിപ്പെടാൻ നമ്മൾ നിർബന്ധിതരാണ്. അപ്പോൾ നമ്മൾ എന്ന് ജനിക്കണം, എവിടെ ജനിക്കണം, ആർക്ക് ജനിക്കണം, നമ്മുടെ ശരീരപ്രകൃതം, നിറം, അതേപോലെ തന്നെ പേഴ്സണാലിറ്റി, അതെല്ലാം നമ്മൾ തിരഞ്ഞെടുത്തതല്ല. അത് അള്ളാഹിൻ്റെ ചോയ്സാണ്. ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ. സൂറത്ത് ആൽ ഇമ്രാൻ്റെ 6-ാമത്തെ വചനം. അവനാണ് ഗർഭപാത്രങ്ങളിൽ അവനുദ്ദേശിക്കുന്ന രൂപത്തിൽ നിങ്ങളെ രൂപപ്പെടുത്തിയവൻ. അപ്പോൾ അവിടെ അള്ളാഹു നിർബന്ധിക്കുക അല്ലെങ്കിൽ അവൻ്റെ നിയമങ്ങൾക്ക് വഴിപ്പെടാൻ നമ്മൾ നിർബന്ധിതരാകുക എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് ആ നിയമദാതാവായിട്ടുള്ള നിയമം നൽകുന്ന അള്ളാഹു അൽ അദിൽ, അവൻ നീതിമാനാണ്. അതേപോലെ തന്നെ അവൻ സർവ്വജ്ഞാനിയാണ്, അൽ ഹക്കീമാണ്. സൃഷ്ടികളോട് അങ്ങേയറ്റം കരുണയുള്ള അർ റഹ്മാനാണ്. അതേപോലെ തന്നെ സ്നേഹമുള്ളവനാണ്, അൽ വദൂദാണ്. അപ്പോൾ അവൻ്റെ ആ കൽപ്പനകൾ, നിയമങ്ങൾക്ക് മുമ്പിൽ നമ്മൾ നിർബന്ധിതരായിട്ട് കീഴൊതുങ്ങുന്ന സമയത്ത് അത് ആത്യന്തികമായിട്ട് നമുക്ക് നന്മയാണ്, നീതിയാണ്, സംരക്ഷണമാണ്, ആശ്വാസമാണ്. അതേസമയം അതേ ക്വാളിറ്റി അങ്ങേയറ്റം ദുർബലരായിട്ടുള്ള മനുഷ്യനോട് ചേർത്ത് വെക്കുന്ന സമയത്ത്, ദുലൂമൻ ജഹൂല, മനുഷ്യർ മറ്റൊരാളെ നിർബന്ധിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മുടെ ഒരാളുടെ സ്വകാര്യ താല്പര്യങ്ങൾ മറ്റൊരാളെ അടിച്ചേൽപ്പിക്കുന്ന സമയത്ത് അത് അഹങ്കാരവും പീഡനവും അതിക്രമമായിട്ട് മാറുകയാണ്. അത് അള്ളാഹു അങ്ങേയറ്റം ഏറെ വെറുക്കപ്പെട്ട ക്വാളിറ്റികളാണ്. അതായത് ഇത് അള്ളാഹുവിന് മാത്രം ചേർന്ന വിശേഷണങ്ങളാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരതിന് വിപരീതമായിട്ടുള്ള ഗുണം വിനയാണ് കാണിക്കേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ ഈ ഒരു വിശിഷ്ട നാമം അള്ളാഹുവായിട്ട് ചേർത്ത് പോസിറ്റീവായിട്ടുള്ള രൂപത്തിൽ ഖുർആനിൽ ഒരു തവണയാണ് വന്നിട്ടുള്ളത്. സൂറത്തുൽ ഹശ്റിൻ്റെ 23-ാമത്തെ വചനം അള്ളാഹിൻ്റെ നാമങ്ങളെ സംബന്ധിച്ച്, പല നാമങ്ങളെ സംബന്ധിച്ച് പറയുന്നതിനിടയിൽ അൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ, അവിടെ അൽ ജബ്ബാർ എന്നുള്ള ആ ഒരു നാമം വരുന്നുണ്ട്. പിന്നീട് പരിശുദ്ധ ഖുർആനിലുടനീളം
മനുഷ്യരായിട്ട് ചേർത്തിയ ഒരു നാമത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ പരാമർശിക്കുന്നത് സർവ്വതും നെഗറ്റീവായിട്ടുള്ള കോണ്ടക്സ്റ്റുകളിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് ആ ഖുദ്സിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞ സമയത്ത് അവരാ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട്, ഖാലു യാ മൂസ ഇന്ന ഫീഹ ഖൗമൻ ജബ്ബാരീൻ, അവിടെയുള്ള ആളുകൾ അതിക്രമികളായിട്ടുള്ള അല്ലെങ്കിൽ പരാക്രമികളായിട്ടുള്ള ആളുകളാണ് അവിടെയുള്ളത്, അതുകൊണ്ട് ഞങ്ങൾ പ്രവേശിക്കില്ല എന്നവർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് മറുപടി പറയുന്നുണ്ട്. അതേപോലെ തന്നെ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞ സമയത്ത് സൂറത്ത് മറിയമിൻ്റെ 14-ാമത്തെ വചനത്തിൽ വബർറം ബി വാലിദൈഹി വലം യകുൻ ജബ്ബാറൻ അസിയ, ഞാൻ ക്രൂരനല്ല ധിക്കാരിയല്ല. അവിടെയും അൽ ജബ്ബാർ എന്നുള്ള നെഗറ്റീവായിട്ടുള്ള അർത്ഥത്തിലാണ് കടന്നു വരുന്നത്. സമാനമായിട്ട് അതേ സൂറത്തിൽ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടിൽ കടന്ന് സംസാരിക്കുന്ന ആ രംഗം 32-ാമത്തെ ആയത്തിൽ വബർറം ബി വാലിദത്തി വലം യജഅൽനി ജബ്ബാറൻ ഷഖിയ, അതേ രൂപത്തിൽ സമാനമായിട്ടുള്ള അർത്ഥത്തിലാണ് അവിടെയും കടന്നു വരുന്നത്. ഇപ്പോൾ നമ്മൾ മറ്റൊരാളുടെ മീതെ നമ്മുടെ ഇഷ്ടങ്ങൾ ബലം പ്രയോഗിക്കുക അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും അതിക്രമമാണ്. അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള മതത്തിൻ്റെ കാര്യത്തിൽ പോലും ആ നിർബന്ധം പാടില്ല എന്നുള്ളതാണ്. സൂറത്തുൽ ബഖറയിൽ ലാ ഇക്രാഹ ഫിദ്ദീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു പറയുന്നുണ്ട് അതേ പദം ഉപയോഗിച്ചുകൊണ്ട്. സൂറത്തുൽ ഖാഫിൻ്റെ 45-ാമത്തെ വചനത്തിൽ വമാ അൻത അലൈഹിം ബിജബ്ബാർ, അവരെ നിർബന്ധിച്ച് വിശ്വസിപ്പിക്കുക എന്നുള്ളത് താങ്കളുടെ ദൗത്യമല്ല. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബി മുസൈത്തിർ, അവർക്ക് ആ ശരിയായിട്ടുള്ള പാത കാണിച്ചു കൊടുക്കുക, അതിലേക്ക് അവരെ ഉത്ബോധിപ്പിക്കുക, താങ്കളൊരു ഉത്ബോധകൻ മാത്രമാണ്, അവരെ നിർബന്ധിക്കേണ്ടതില്ല. നേരത്തെ അൽ ഹാദി എന്നുള്ള ആ ഒരു നാമം നമ്മൾ വിശദീകരിച്ചു. അതേസമയം നേരത്തെ പറഞ്ഞു ഈ നാമത്തിൻ്റെ പ്രധാനപ്പെട്ട പല വിശേഷണങ്ങളും അത് അള്ളാഹുവുമായിട്ട് മാത്രം ചേർത്ത് വെക്കാവുന്നതാണ്. ദുർബലരായിട്ടുള്ള മനുഷ്യർ അവർ അതിൻ്റെ വിപരീത ഗുണം ആ വിനയാണ് പ്രതിഫലിപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. അതേസമയം ചില ആളുകൾക്ക് പരീക്ഷണാർത്ഥം അള്ളാഹു ഒരല്പസമയത്തേക്ക് അധികാരം നൽകുന്ന സമയത്ത് അഹങ്കാരികളായിട്ടുള്ള ധിക്കാരികളായിട്ടുള്ള ഏകാധിപതികൾ സ്വേച്ഛാധിപതികൾ അവരുടെ ആ സ്വകാര്യ താല്പര്യങ്ങൾ പാവപ്പെട്ട ജനങ്ങൾക്ക് മീതെ അവരടിച്ചേൽപ്പിക്കുകയാണ്. അവരെല്ലാ അർത്ഥത്തിലും അതിനുവേണ്ടി നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആത്യന്തികമായിട്ടുള്ള ആധിപത്യത്തിൻ്റെ ഉടമ അൽ ജബ്ബാറായിട്ടുള്ള അള്ളാഹു മാത്രമാണ്. ലഹു മുൽക്ക് സമാവാത്തി വല്ലാർദ്. അതുകൊണ്ടാണ് സ്വഹീഹ് മുസ്ലിമിൽ വരുന്ന ഖുദ്സിയായിട്ടുള്ള ഒരു ഹദീസിൽ അള്ളാഹു പറയുന്നുണ്ട്, അൽ കിബ്രിയ ഉരിദാഇ വൽ അളമത്തു ഇസാരി, എളിമയും മഹത്വം എല്ലാം അള്ളാഹ്ക്കുള്ളതാണ്, അള്ളാഹുവാണ് ആത്യന്തികമായിട്ട് ഉടമപ്പെടുത്തുന്നവൻ. ഫമൻ നാസഅനി ഫീഹിമ, അതിൽ എന്നോട് ആരെങ്കിലും മത്സരിക്കാൻ വരുന്നുണ്ടെങ്കിൽ അദ്ദബ്തുഹു, അവരെ ഞാൻ ശിക്ഷിക്കും എന്നുള്ളതാണ്. അതായത് ദുനിയാവിൽ അധികാരവും ശക്തിയും പദവിയും ധനവും അറിവെല്ലാം ചില ആളുകൾക്ക് ഒരു അല്പനേരത്തേക്ക് അള്ളാഹു പരീക്ഷണാർത്ഥം നൽകിയതാണ്. അപ്പോൾ അത് അള്ളാഹു നൽകിയതാണെന്നുള്ള ആ ഒരു ബോധത്തിൽ അവൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം ആ ഒരു വിനയത്തോടു കൂടെയാണ് ജീവിക്കേണ്ടത്. അതേസമയം അത് വെച്ച് അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് വെച്ച് അനീതിയും അക്രമവും മറ്റുള്ള പാവങ്ങളോട് കാണിക്കുന്നുണ്ടെങ്കിൽ അവരെ ശക്തമായിട്ട് അള്ളാഹു ശിക്ഷിക്കും എന്നുള്ളതാണ്. അപ്പം ഇത്തരം ഏകാധിപതികൾ, ക്രൂരന്മാരായിട്ടുള്ള സ്വേച്ഛാധിപതികൾ, അത് ചരിത്രത്തിൽ കഴിഞ്ഞു പോയതാകട്ടെ ഇന്നും ജീവിച്ചിരിക്കുന്ന ആളുകൾ, ഇനി വരാനുള്ള ആളുകൾ, അവരെല്ലാം തങ്ങൾക്കാണ് സമ്പൂർണ്ണമായിട്ടുള്ള അധികാരം എക്കാലഘട്ടത്തുമെന്ന് ആ തെറ്റിദ്ധരിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇല്യൂഷനിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ധിക്കാരിയായിട്ടുള്ള ഫിർഔന്റെ സംസാരം ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. സൂറത്ത് സുഖ്റുഫിൽ അലൈസലി മുൽക്കു മിസ്ര വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, എനിക്കാണ് ഈ മിസ്റിൻ്റെ ആധിപത്യം, എൻ്റെ താഴ്ഭാഗത്തു കൂടെ ഒഴുകുന്ന നദി. അതേ നദി അയാളുടെ മീതെ കൂടെ ഒഴുക്കി അള്ളാഹു യഥാർത്ഥത്തിലുള്ള ആധിപത്യം ആർക്കാണെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഖാറൂനും ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എൻ്റെ അറിവ് എന്ന് അഹങ്കരിക്കുന്നുണ്ട്, അയാൾക്കും വന്ന പര്യവസാനം നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഈ രൂപത്തിൽ ദുനിയാവിലെ ഏതെങ്കിലും ഒരു കൊച്ചു സ്ഥലത്ത് ഒരു അല്പനേരത്തേക്ക് അധികാരം പരീക്ഷണാർത്ഥം ലഭിക്കുന്ന സമയത്ത് അത് വെച്ച് അഹങ്കരിച്ച് പാവങ്ങളായിട്ടുള്ള ആളുകളെ ക്രൂരമായി പീഡിപ്പിച്ച് അല്ലെങ്കിൽ തങ്ങളുടെ സ്വകാര്യ താല്പര്യങ്ങൾ അവർക്ക് മീതെ അടിച്ചേൽപ്പിച്ച് ഏകാധിപതികളായിട്ടുള്ള ആളുകൾ, അവർക്ക് മുമ്പിൽ യഥാർത്ഥത്തിലുള്ള ആധിപത്യത്തിൻ്റെ ഉടമയായിട്ടുള്ള അള്ളാഹു അവർക്ക് മുമ്പിൽ ആ മരണാന്തര ജീവിതത്തിൽ ആ കർട്ടൻ നീക്കി യഥാർത്ഥത്തിലുള്ള തൻ്റെ പരമാധികാരം അവർക്ക് മുമ്പിൽ വെളിപ്പെടുത്തി അവരെ കഠിനമായിട്ട് ശിക്ഷിക്കും എന്നുള്ള ആ ഒരു താക്കീത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുണ്ട്. മരണാന്തര ജീവിതത്തിൽ സ്വഹീഹ് ബുഖാരി കടന്നു വരുന്ന ഹദീസിൽ അള്ളാഹു ആ ആകാശഭൂമികളെ കയ്യിലെടുത്തുകൊണ്ട് അനൽ ജബ്ബാർ അനൽ മലിക് ഐനൽ ജബ്ബാറൂൻ ഐനൽ മുത്തക്കബ്ബിരീൻ, എവിടെ ഭൂമിയിലുള്ള ഏകാധിപതികൾ, എവിടെ അത്തരത്തിൽ അഹങ്കരിച്ച ആളുകളെന്ന് അള്ളാഹു അവിടെ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. സുനൻ തുർമുദിയിൽ കടന്നു വരുന്ന മറ്റൊരു ഹദീസിൽ അന്ന് ആ ശിക്ഷയുടെ സങ്കേതമായിട്ടുള്ള നരകം, ആ നരകത്തിന് വലിയ കഴുത്തും നാവും ചെവിയെല്ലാം രൂപപ്പെടും. നരകം സംസാരിക്കുന്നതിനെ സംബന്ധിച്ച് തന്നെ ഖുർആനിൽ സൂറത്തുൽ ഖാഫിൽ അള്ളാഹു പറയുന്നുണ്ട്. അതിനുശേഷം ആ നരകം നാവ് കൊണ്ട് പറയും, ഇന്നി വുക്കിൽതു ബിസലാസ, 3 രൂപത്തിലുള്ള ആളുകളെ എന്നെ കഠിനമായിട്ട് ശിക്ഷിക്കാൻ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് പറഞ്ഞത് ബികുല്ലി ജബ്ബാരിൻ അനീദ്,
അഹങ്കാരിയും ക്രൂരന്മാരുമായിട്ടുള്ള ധിക്കാരികൾ, അത്തരം ആളുകളെ കഠിനമായിട്ട് ശിക്ഷിക്കണമെന്ന് അള്ളാഹു എനിക്ക് ഓർഡർ നൽകിയിട്ടുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഇബ്രാഹിമിൻ്റെ 15-ാമത്തെ വചനത്തിൽ വഖാബ കുല്ലു ജബ്ബാരിൻ അനീദ്, സ്വയച്ഛാധിപതികളായിട്ടുള്ള ആളുകൾ അവരുടെ മരണാനന്തര ജീവിതത്തിലുള്ള പതനത്തെ, തോൽവിയെ സംബന്ധിച്ച് ആ ഭാഗത്ത് അള്ളാഹു സംസാരിക്കുന്നുണ്ട്. അള്ളാഹിൻ്റെ കൽപ്പനകളെ ധിക്കരിച്ച, തങ്ങളുടെ അധികാരം വെച്ച് ഏകാധിപത്യം കാണിച്ച ആളുകളെ ക്രൂരമായിട്ട് ശിക്ഷിക്കും. അതേസമയം അവർ അൽ ജബ്ബാറായിട്ടുള്ള അള്ളാഹിൻ്റെ മുമ്പിൽ കീഴൊതുങ്ങിയാൽ, അല്ലെങ്കിൽ ആ വിനയം കാണിച്ചാൽ അവർക്ക് അള്ളാഹിൻ്റെ ആ കാരുണ്യം തുറന്നു കൊടുക്കുക എന്നുള്ള പറയുന്ന സമയത്ത് ഓർക്കുന്നത് പ്രസിദ്ധനായിരുന്ന അബ്ബാസി ഖലീഫ ഹാറൂൺ റഷീദ് റഹിമുള്ള, അദ്ദേഹം വിശാലമായിട്ടുള്ള സാമ്രാജ്യത്തിൻ്റെ ഉടമയായിരുന്നു. മഴമേഘങ്ങൾ അദ്ദേഹത്തിന് മുമ്പിലൂടെ കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം പറയുമായിരുന്നു അത്രേ, അംതിരി ഐനമാശ് ഇത്തിഫ ഇന്നമായ എത്തീനി ഖറാജുക്, ഓ മേഘമേ, നീ എവിടെ പോയി നീ പെയ്താലും അതിൻ്റെ ഫലം നികുതിയായിട്ട് എൻ്റെ ഖജനാവിലേക്ക് വരാനുള്ളതാണ്. കാരണം അത്രയും വിശാലമായിട്ടുള്ള സാമ്രാജ്യത്തിൻ്റെ ഉടമയായിരുന്നു. ഇപ്പോൾ ഒരിക്കലും അദ്ദേഹം അങ്ങേയറ്റം ദാഹിച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞാൽ വെള്ളം കുടിക്കുന്നതിന് മുമ്പായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന് നൽകുന്ന പ്രസിദ്ധമായിട്ടുള്ള ചില ഉത്ബോധനമുണ്ട്. ആ പണ്ഡിതൻ ചോദിച്ചു, ഓ ഖലീഫ, നിങ്ങൾ ഈ വെള്ളം കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങേയറ്റം ദാഹിച്ച് വലയുന്ന സമയത്ത് ഒരല്പം വെള്ളമായിട്ട് വന്ന് നിങ്ങളുടെ രാജ്യത്തിൻ്റെ പകുതി നൽകിയാലേ വെള്ളം തരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കാൻ സന്നദ്ധരാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും, കാരണം വെള്ളം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം മരണപ്പെടും. ഉടനെ തന്നെ ആ പണ്ഡിതൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ആ വെള്ളം കുടിച്ചതിന് ശേഷം ആ വെള്ളം പുറത്തു പോകാതെ നിങ്ങളുടെ ശരീരത്തിനകത്ത് തന്നെ നിൽക്കുകയാണ്, അത് പുറത്തു പോകണമെങ്കിൽ ഈ രാജ്യത്തിൻ്റെ മറ്റേ പകുതി കൂടെ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ കൊടുക്കും, കാരണം ആ രൂപത്തിൽ ഒരാൾക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഉടനെ തന്നെ ആ പണ്ഡിതൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളുടെ ഈ മൊത്തം രാജ്യത്തിൻ്റെ വില എന്നുള്ളത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് മൂത്രമൊഴിക്കുന്ന അത്രയേ ഉള്ളൂ അല്ലേ? ആ ചോദ്യം അദ്ദേഹത്തെ അങ്ങേയറ്റം സ്വാധീനിക്കുന്നുണ്ട്. പിൻകാലഘട്ടത്ത് ഹാറൂൺ റഷീദ് റഹിമുള്ള അദ്ദേഹം പല സമയത്തും ആ ഖബറിനടുത്തെല്ലാം പോയി അദ്ദേഹം സ്വന്തം മരണത്തെ അദ്ദേഹം ഉണർത്തുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, നീ ഒരു രാജാവായാലും മന്ത്രിയായാലും പടയാളിയായാലും ജീവിതമാകുന്ന ഗെയിം കളിച്ചു കഴിയുന്ന സമയത്ത് എല്ലാം ഒരേ ചെസ് ബോക്സിലേക്ക് പോകാനുള്ളതാണ്. സമാനമായിട്ട് എത്ര വലിയ ഉന്നതനാണെങ്കിലും അവസാനം ആ ഖബറിലേക്ക് പോകാനുള്ളതാണ്. അദ്ദേഹം പിൻകാലഘട്ടത്ത് പലപ്പോഴായിട്ട് ഖബറിൻ്റെ അടുത്തിരുന്ന് കരഞ്ഞുകൊണ്ട് പറയുമായിരുന്നത്രേ, യാമല്ല യസൂൽ മുൽക്ക് ഇർഹമ്മൻ ഖദ് സാലൽ മുൽക്ക്, ഒരു സമയത്തും നശിച്ചു പോകാത്ത ആധിപത്യം, അധികാരമുള്ളവനെ, ഏത് സമയത്തും നശിക്കാവുന്ന ഈ അധികാരമുള്ള എന്നോട് നീ കരുണ കാണിക്കണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയെല്ലാം അൽ ജബ്ബാർ, ആ അധികാരത്തിൻ്റെ പരമാധികാരം അള്ളാഹുവിനാണെന്ന് തിരിച്ചറിയാൻ, അതേസമയം തങ്ങളുടെ കയ്യിലുള്ള അധികാരം അത് നശ്വരമാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ്. സമാനമായിട്ട് ഇപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ 4-ാം നൂറ്റാണ്ടിൽ മുസ്ലിം സ്പെയിനിൽ കഠിനമായിട്ടുള്ളൊരു വരൾച്ച ബാധിച്ചു. കഠിനമായിട്ടുള്ള വരൾച്ച, ജനങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ അവസാനം അവരുടെ ഖലീഫ സുൽത്താൻ നാസർ അൽ അബ്ബാസി അദ്ദേഹം തന്നെ നേരിട്ട പ്രാർത്ഥനയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം ആകാശത്തേക്ക് കൈകൾ ഉയർത്തി അള്ളാഹിനോട് അങ്ങേയറ്റം കേണ് തേടി, നാസിയത്തി ബിയദി, അള്ളാഹിൻ്റെ മുമ്പിൽ അദ്ദേഹം കേണ് പ്രാർത്ഥിച്ച സമയത്ത്, ഓ അള്ളാഹ്, എൻ്റെ കുറവുകൾ കാരണം ഈ പാവങ്ങളായിട്ടുള്ള ജനങ്ങളെ നീ ശിക്ഷിക്കല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം ആ രൂപത്തിലെല്ലാം പ്രാർത്ഥിച്ച വിവരം അത് നാട് മുഴുവൻ പാട്ടായി. അവസാനം കൊർദോബയിലുണ്ടായിരുന്ന അവിടെ ജഡ്ജ് മുൻദിർ ഇബ്നു സഈദ് അൽ ബല്ലൂത്തി അദ്ദേഹം ഈ വാർത്ത കേട്ട ഉടനെ തന്നെ ജനങ്ങളോട് പറഞ്ഞു, അദ്ദേഹം സന്തോഷത്തോടു കൂടെ പറഞ്ഞു, നിങ്ങൾ ആ മഴയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തുകൊള്ളുക. കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് അതാണ് നമ്മുടെ വിഷയം, ഇതാ ഖശ ജബ്ബാറുൽ അർള് ഇർഹം ജബ്ബാറു സമാ, ഭൂമിയിലുള്ള അധികാരികൾ അവർ യഥാർത്ഥത്തിലുള്ള അധികാരത്തിൻ്റെ സ്രോതസ് അൽ ജബ്ബാറായിട്ടുള്ള അള്ളാഹിൻ്റെ മുമ്പിൽ അവർ കീഴൊതുങ്ങുന്ന സമയത്ത് അവർക്ക് അള്ളാഹു അവരോട് കരുണ ചെയ്യും. അതേസമയം ആ അധികാരത്തിൻ്റെ മീതെ അവർ അഹങ്കരിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അവർ ഇരുലോകത്തും അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ്. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടെ ശക്തമായിട്ടുള്ള മഴ വർഷിച്ചു എന്നെല്ലാം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അൽ ജബ്ബാർ എന്നുള്ള ആ ഒരു മനോഹര നാമത്തിൻ്റെ മറ്റൊരർത്ഥം നമ്മൾ ഇതുവരെ വിശദീകരിച്ച അള്ളാഹിൻ്റെ അധികാരത്തെ അല്ലെങ്കിൽ ആധിപത്യത്തെ കുറിക്കുന്നതിൻ്റെ നേർവിപരീതമായിട്ട് മറ്റൊരു തലവും അതേ നാമത്തിന് കടന്നു വരുന്നുണ്ട്. അത് വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് നമ്മൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് വിശദീകരിക്കുന്നതാണ്. അള്ളാഹു ആ റമദാൻ വഴി സമ്പൂർണ്ണമായിട്ടുള്ള പാപമോചനം നേടുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله وبركاته.